ഇപ്പോൾ പലർക്കുള്ള ഒരു ഡൗട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ടെസ്റ്റിംഗ് ഉണ്ട്, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതൊരു ഡൗട്ടാണ്. ഒരു ടെസ്റ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജസ്റ്റ് ബഗ് റേസ് ചെയ്യൽ മാത്രമാണ്. ടെസ്റ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് എത്ര സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഒരു ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ? അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ ഗ്യാപ്പ്, അതിന് പല റീസൺ കൊണ്ട് കരിയർ ഗ്യാപ്പ് വന്ന ആളുകളുണ്ടാവും. അവർക്ക് തിരിച്ചൊരു IT കമ്പനിയിലേക്ക് കയറുന്ന സമയത്ത് എന്തെങ്കിലും സ്ട്രഗിൾസ് വരുമോ? ടെസ്റ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് എത്ര സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഒരു ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ? സോ ഇപ്പോൾ സാലറി എക്സ്പെക്റ്റേഷൻ ഓൺ ഫ്രഷേഴ്സ് വിച്ച് മീൻസ് നമുക്ക് വന്നിട്ട് ബേസിക്കലി എല്ലാ കമ്പനീസും പറയുന്നത് ആസ് പെർ ദ പേ സ്ട്രക്ചർ എന്നായിരിക്കും പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്ത് സ്കിൽസ് ഉണ്ട്, നമുക്ക് ഇത്രയും നോളജ് ഉണ്ട്. സോ ഫ്രഷറിനെ തന്നെ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ഒരു 3 to 5 LPA സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഇതിനടുത്ത് സംസാരിച്ച് നമുക്കത് മേടിക്കാൻ പറ്റും. ബട്ട് നമ്മൾ അതിനോട് സ്കിൽ സെറ്റായിട്ട് നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. ഓക്കെ. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ ഗ്യാപ്പ്, അതിന് പല റീസൺ കൊണ്ട് കരിയർ ഗ്യാപ്പ് വന്ന ആളുകളുണ്ടാവും. അവർക്ക് തിരിച്ചൊരു IT കമ്പനിയിലേക്ക് കയറുന്ന സമയത്ത് എന്തെങ്കിലും സ്ട്രഗിൾസ് വരുമോ? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആക്ച്വലി, കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ എൻ്റെ അറിവിൽ ഇപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു പുള്ളിക്കാരിയുണ്ട്. പുള്ളിക്കാരി ഓൾമോസ്റ്റ് ഒരു 5 years ഗ്യാപ്പ് എടുത്തു. കരിയർ ഗ്യാപ്പ് എടുത്തിട്ടാണ് ITക്ക് വന്നേക്കുന്നത്. 5 years എടുത്തു. 5 years IT ഗ്യാപ്പ് എടുത്തായിരുന്നു. അതേപോലെ തന്നെ കുറേ പേര് അങ്ങനെ ഗ്യാപ്പ് എടുത്തിട്ട് ITയിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് നമുക്ക് സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല. വാലിഡ് റീസൺ കൂടിയാണെന്നുണ്ടെങ്കിൽ, വാലിഡ് റീസൺ ആണെങ്കിൽ നമുക്ക് ആ കരിയർ ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല. നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. ലൈക്ക് ഔട്ട്ഡേറ്റഡ് ആവാൻ പാടില്ല. അതായത് ടെക്നോളജി ആണെങ്കിലും എന്താണെങ്കിലും നമ്മളൊരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ളൊരു ബേസിക് കാര്യങ്ങളുണ്ട്. ഓൾറെഡി നമ്മൾ വർക്ക് ചെയ്താണല്ലോ. സോ നമുക്കത് മറന്നു അങ്ങനത്തെ രീതി പാടില്ല. നമ്മൾ IT സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. ഞാനും ആക്ച്വലി ഒരു കരിയർ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ കോളേജ് കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോയതല്ലേ. അപ്പോൾ ഒരു 6 years കഴിഞ്ഞപ്പോൾ ഞാനൊരു 8 months ഗ്യാപ്പ് എടുത്തായിരുന്നു. പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഗ്യാപ്പ് എടുത്തായിരുന്നു. അപ്പോൾ 8 months ശേഷം ഞാൻ ജോലിക്ക് കയറുമ്പോൾ എന്നോട് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു, ഈ 8 months താങ്കൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് നമുക്ക് വാലിഡ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആണ്. എല്ലാവരും ഹ്യൂമൻസ് അല്ലേ. സോ അത് അക്സെപ്റ്റബിൾ ആണ്. അതുകൊണ്ട് അങ്ങനെ ഗ്യാപ്പ് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഓക്കെ. സോ ആസ് എ ടെസ്റ്റർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഡെയിലി ടാസ്ക് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ആസ് എ ടെസ്റ്റർ എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ് ഓൺ ദ റോൾസ് അനുസരിച്ച് നമ്മുടെ വർക്ക് മാറും. ഇപ്പോൾ ഞാൻ കോഗ്നിഷനിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോൾ എൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓഫീസിലോട്ട് വരും, ലോഗിൻ ചെയ്യും. രാവിലെ ഒരു ടീം മീറ്റിംഗ് കോൾ ഉണ്ടാകും. ടീം മീറ്റിംഗ് കോൾ ഓർഗനൈസ് ചെയ്യുന്നത് നമ്മുടെ ലീഡായിരിക്കും, ടെസ്റ്റിംഗ് ലീഡോ അങ്ങനെയൊക്കെ ആയിരിക്കും. സോ അവർ നമുക്ക് ടാസ്ക് അസൈൻ ചെയ്ത് തരും. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ടാസ്ക് അസൈൻ ചെയ്ത് തരും. സോ നമ്മൾ ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യും. ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇടയിൽ നമ്മൾക്ക് എന്തെങ്കിലും സ്റ്റോപ്പ് ആവുകയോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ അവരെ റീച്ച് ഔട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. സോ അവരും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിനുശേഷം നമുക്കൊരു സ്ക്രം കോൾ ഉണ്ടാവും. സോ ഈവനിങ് ഒക്കെ ആകുമ്പോൾ അത് ഡിപ്പെൻഡ് ഓൺ ദ പ്രൊജക്റ്റിനനുസരിച്ച് കോളിൻ്റെ ടൈമൊക്കെ മാറും. സോ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, നമ്മുടെ അന്നത്തെ ടാസ്ക് നമ്മൾ ക്ലയൻറ്റിലോട്ട് ഇല്ലെങ്കിൽ സ്ക്രം മാസ്റ്റർക്ക് നമ്മൾ അപ്ഡേറ്റ് കൊടുക്കണം. ഇന്നതാണ് പ്രൊജക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ കൊടുക്കണം. സോ ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ടെസ്റ്റർ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്നത് അവിടുത്തെ. ഇവിടെ വന്നപ്പോൾ ഞാൻ ടെക് ലീഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ചെയ്യുന്ന റോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനാണല്ലോ ടെക് ലീഡ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ ഒരു ബാധ്യത എനിക്കാണ്. അത് ബാധ്യതയല്ല, ആ ടെസ്റ്റിങ്ങിൻ്റെ ചുമതല എനിക്കാണ്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ഉള്ള ഒരു 2-3 പേരുണ്ട്. ഞാൻ രാവിലെ വരും, കോള് കണക്ട് ചെയ്യും, എന്തെങ്കിലും ബ്ലോക്കേഴ്സ് ഉണ്ടോ, എന്താണ് നമ്മുടെ ടാസ്ക് എന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുക്കും, സ്റ്റാർട്ട് ചെയ്യും. അതിനിടയിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും, കാര്യങ്ങൾ പോകും. പിന്നെ ഈവനിങ് ആസ് യൂഷ്വൽ നമ്മൾ എന്താണോ ചെയ്തത് അത് സ്ക്രം മാസ്റ്റർ അല്ലെങ്കിൽ ക്ലയൻസിലോട്ട് നമ്മളൊരു മെയിൽ അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ എന്താണ് എൻഡ് ഓഫ് ദ ഡേ നമ്മളത് അപ്ഡേറ്റ് അവിടേക്ക് കൊടുക്കും. സോ ഇങ്ങനെയാണ് യൂഷ്വലി പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ടെസ്റ്റിങ്ങിലോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ പ്ലാനിങ് അനലിസിസ് ഇങ്ങനത്തെ കുറേ പ്രോസസ്സ് ഉണ്ട്. ഞാൻ അതിലോട്ടൊന്നും വരുന്നില്ല. ഇങ്ങനെയാണ് ആക്ച്വലി ഒരു ഡേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ കറണ്ട് റോളിലും അതുപോലെ പ്രീവിയസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ഏതൊക്കെ ടൂൾസ് സ്റ്റാക്സ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മാനുവൽ ടെസ്റ്റിംഗ് ആയിരുന്നു. പിന്നീടാണ് ഞാൻ ETLലോട്ട് മാറിയത്. സോ ഇപ്പോൾ എൻ്റെ കറണ്ട് റോൾ ETL ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ETL ടെസ്റ്റിങ്ങിൽ ഞാൻ വർക്ക് ചെയ്തേക്കുന്ന ടൂൾസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഡാറ്റാബേസ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഞാൻ SQL വർക്ക് ചെയ്തിട്ടുണ്ട്, Oracle DBയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് സ്നോഫ്ലേക്കിലാണ്. അപ്പോൾ സ്നോഫ്ലേക്ക് DBയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ETL പറയുമ്പോൾ നമ്മൾ ഈ ജോബ് റണ്ണിംഗ് എന്നൊക്കെ പറയും. ആ ജോബ് റണ്ണിംഗ് ടൂളായിട്ട് വരികയാണെങ്കിൽ തന്നെ ഇപ്പോൾ കറൻ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. സോ അതിലാണ് വർക്ക് ചെയ്യുന്നത്. സോ പ്രീവിയസ്ലി ഞാൻ വർക്ക് ചെയ്ത ടൂൾ എന്ന് പറയുന്നത് ETL തന്നെ ടൈഡൽ എന്ന് പറഞ്ഞൊരു ടൂളാണ്. സോ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിഫക്റ്റ് ഡിഫക്റ്റ് ട്രാക്കിംഗ് ടൂളായിട്ട് ജിറ യൂസ് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ കമ്പനിയിൽ പ്രീവിയസ് കമ്പനിയിൽ HPIലും യൂസ് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ ഓട്ടോമേഷൻ ഫീസിബിലിറ്റി ആയിട്ട് സെലീനിയം വിത്ത് ജാവ വർക്ക് ചെയ്തിട്ടുണ്ട്, സെലീനിയത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൂൾസൊക്കെ ഡിപ്പെൻഡ് ഓൺ ദ പ്രൊജക്റ്റ് പോലെ ഇരിക്കും. സോ ലൈക്ക്
ഇപ്പം എൻ്റെ പ്രൊജക്റ്റിന് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഒ എന്ന് പറഞ്ഞൊരു ടൂളാണ്. സോ അത് ഇൻറ്റേർണൽ ടൂളായിട്ട് വരും. കുറേ നമ്മൾ ഇൻറ്റേർണൽ ടൂൾസിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനത്തെ ടൂൾ നമ്മൾ മാർക്കറ്റിൽ പറയുമ്പോൾ അവർക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഒ എന്ന് പറഞ്ഞൊരു ഇൻറ്റേർണൽ ടൂൾ ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വേറൊരു ടൂൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഇൻറ്റഗ്രേഷൻ ഹബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സോ അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ മേ ബി അത് വരും. ഇപ്പോൾ ഞങ്ങൾ കറണ്ടിൽ പ്രൊജക്റ്റിൽ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ലേൺ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ ടൂൾസ്, നമ്മുടെ പ്രൊജക്ട് ടൂൾസ് ഉണ്ടാവും, അത് പുറമെ ഔട്ട്സൈഡ് ടൂൾസ് ഉണ്ടാവും. പിന്നെ ഡാറ്റ സ്റ്റേജ് എന്ന് പറയും, ഇതൊക്കെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ടൂൾസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പലർക്കുള്ള ഡൗട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ടെസ്റ്റിംഗ് ഉണ്ട്, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതൊരു ഡൗട്ടാണ്. മാനുവൽ ടെസ്റ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്. സോ ഇതിന് ഞാൻ സിമ്പിളായി പറയുകയാണെങ്കിൽ ജസ്റ്റ് അസ്യൂം ചെയ്യും. ഇപ്പോൾ നിൻ്റെ വീട്ടിലൊരു കിണറുണ്ട്, ഇപ്പുറത്തൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. അപ്പോൾ വാട്ടർ ടാങ്കിൽ ഇത്ര ലിറ്റർ വെള്ളം കൊള്ളും, അതായത് ഒരു 20 ബക്കറ്റ് വെള്ളം കൊള്ളും. അപ്പോൾ നീ ഡെയിലി ഈ കിണറിൽ നിന്ന് വെള്ളം കോരിയിട്ട് വേണം ഈ വാട്ടർ ടാങ്കിലോട്ട് ഒഴിക്കാൻ. സോ അത് അവിടെ നിൻ്റെ മാനുവൽ എഫർട്ടാണ്. സോ അതേ സംബന്ധിച്ചിടത്തോളം നീ ഒരു മോട്ടർ അവിടെ വെച്ചു. ഒരു മോട്ടർ അവിടെ വെച്ചു എന്ന് വെച്ചാൽ നിനക്ക് 20 തവണ വെള്ളം കോരേണ്ട എഫേർട്ട് അവിടെ വരുന്നില്ല. നിനക്ക് ടൈം ലാഭിക്കാം. പിന്നെ നിനക്ക് നമ്മുടെ എഫേർട്ടും നമുക്കവിടെ ലാഭിക്കാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ മാനുവൽ വേഴ്സസ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യുക. എക്സാക്ട്ലി. അത് ടെക്നിക്കലി പറയുമ്പോൾ വളരെ എളുപ്പമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് പറഞ്ഞാൽ പറ്റില്ല. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഓട്ടോമേഷൻ ഉണ്ട്, അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ മാനുവലി ടെസ്റ്റ് ചെയ്യേണ്ട കേസ്, അതെന്താണ് ആവശ്യം? ഓട്ടോമേഷൻ ഉണ്ട്, മാനുവലി എന്തുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം? സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാനുവൽ ടെസ്റ്റിംഗ് ആക്ച്വലി എല്ലാവരുടെയും വേണം. ബിക്കോസ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ആ സ്റ്റാർട്ടിങ് ടൈമിൽ അപ്ലിക്കേഷനും അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് ഒന്നും ഫീസിബിൾ ആയിരിക്കില്ല. ഇപ്പം നമ്മുടെ ഡിസൈൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു ഫീസിബിൾ അല്ലാത്ത അവിടെ നമ്മൾ ഈ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് അപ്ലിക്കബിൾ അല്ല. സോ അങ്ങനൊരു സ്പേസിൽ ഒബ്വിയസ്ലി നമ്മൾ മാനുവലായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ടാവുക. ഈ നമ്മുടെ പ്ലാനിങ്ങും നമ്മുടെ എല്ലാതും ഫീസിബിൾ ആയതിനു ശേഷം മാത്രമായിരിക്കും ഓട്ടോമേഷനിലോട്ട് പോകത്തുണ്ടാവുക. പിന്നെ കണ്ടുവരുന്നത് ഈ ഷോർട്ട് ടൈം പ്രൊജക്ട്സ് ഉണ്ടാവും, ലൈക്ക് 2 months or 1 month പ്രൊജക്റ്റൊക്കെ ഉണ്ടാവും, MVP എന്നൊക്കെ പറയും. സോ അങ്ങനത്തെ ഉള്ള പ്രൊജക്റ്റിലോട്ടൊക്കെ ആണെങ്കിൽ ഓട്ടോമേഷനേക്കാളും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് മാനുവലായിരിക്കും. ബിക്കോസ് വൈ ഓട്ടോമേഷൻ പ്രിഫർ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഓട്ടോമേഷന് സ്ക്രിപ്റ്റ് സൂക്ഷിക്കാനും അതേപോലെ എൻവിറോൺമെൻ്റ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യാനും കുറച്ച് കോസ്റ്റ് ഉണ്ടാവും. ഇവിടെ കോസ്റ്റ് എഫക്റ്റീവ് ഷോർട്ട് ടൈം പ്രൊജക്റ്റിൽ വരുമ്പോൾ മാനുവലായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. സോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് മാനുവൽ വേണം. പിന്നെ എല്ലാ രീതിയിലും ഓട്ടോമേഷൻ അപ്ലിക്കബിൾ ആവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നീ ഒരു മൊബൈൽ ടെസ്റ്റിംഗ് ചെയ്യണം, അപ്പോൾ അതിൻ്റെ UI ടെസ്റ്റിംഗ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ യൂസറിൻ്റെ പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ചിന്തിച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ലൈക്ക് ഒരു ലോഗിൻ ബട്ടൺ ഇരുന്നോട്ടെ, ഇപ്പോൾ ഒരു യൂസർ നെയിം പാസ്വേഡ് ലോഗിൻ ബട്ടൺ. സോ നമ്മളത് ചെക്ക് ചെയ്യേണ്ട ഒരു കേസസിൽ വരികയാണെങ്കിൽ ഓട്ടോമേഷൻ ആണെങ്കിൽ പ്രോപ്പറായിട്ടൊരു സിനാരിയോ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ചെയ്യും. പക്ഷെ നമ്മളാണെങ്കിൽ എങ്ങനെ അതിനെ ക്രാക്ക് ചെയ്യുന്ന മൾട്ടിപ്പിൾ രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യും. സോ അതെല്ലാം നമുക്ക് എങ്ങനെ വേണം എക്സ്പ്ലോറേറ്ററി ടെസ്റ്റ് എന്നൊക്കെ പറയും. നമുക്ക് അത് നമ്മുടെ യൂസറിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പല രീതിയിലും ടെസ്റ്റ് ചെയ്യാം. വിത്തൗട്ട് ടെസ്റ്റ് കേസസ് ചെയ്താണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു മൊബൈലിലൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചില ബട്ടൺസ് നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, വളരെ ചെറുതായി പോയി, അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാതെ വലിയ ബട്ടൺസ് വെച്ചിട്ടുണ്ടാവും. ഇതൊന്നും ഓട്ടോമേഷൻ ടൂൾ ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റില്ല ഈ കേസിൽ അല്ലേ, ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ് ആണ്. ഓക്കെ. ഒരു ടെസ്റ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജസ്റ്റ് ബഗ് റേസ് ചെയ്യൽ മാത്രമാണോ? ഒരു ടെസ്റ്ററുടെ ഡ്യൂട്ടി ആക്ച്വലി ബഗ് റേസ് ചെയ്യുന്നത് മാത്രമല്ല. അതായത് നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പ്ലാനിങ് മുതൽ അതിന് എൻഡ് യൂസേഴ്സിൽ എത്തുന്ന വരെ ടെസ്റ്ററിന് റോളുണ്ട്. സോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ആ പ്രൊജക്റ്റിൽ ആരൊക്കെ വേണമെന്നുള്ള തീരുമാനങ്ങളുണ്ടാവും. ലൈക്ക് ഒരു ആർക്കിടെക്ട് ഉണ്ടാവും, സ്ക്രം മാസ്റ്റർ ഉണ്ടാവും, ഡെവലപ്പേഴ്സ് ഉണ്ടാവും, ക്ലയൻറ്റ് സൈഡ് ഉണ്ടാവും, ടെസ്റ്റർ ഉണ്ടാവും, മേ ബി ടെക് ലീഡ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. സോ അവിടെ മുതൽ നമ്മുടെ ടെസ്റ്ററിൻ്റെ റോൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ എത്ര പേര് വേണം, ആ പ്രൊജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര ടൈം വേണം. സോ എസ്റ്റിമേഷൻ നമ്മൾ ടെസ്റ്റിംഗ് ലീഡ് അല്ലെങ്കിൽ ടെസ്റ്റേഴ്സാണ് നമ്മൾ എസ്റ്റിമേഷൻ കൊടുക്കുന്നത്. ഇന്ന പോർഷൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്ര നേരം വേണമെന്നുള്ള അത് കൊടുക്കണം. പിന്നെ റിക്വയർമെൻറ്റ് വരുമ്പോൾ നമ്മളതിന് ടെസ്റ്റ് കേസസ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ റിക്വയർമെൻറ്റ് ഫേസിൽ നമുക്ക് ഒരുപാട് ഡൗട്ട്സും ഒബ്സർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ റിക്വയർമെൻറ്റ് അണ്ടർസ്റ്റാൻഡ് ആയാൽ മാത്രമാണ് നമുക്ക് ടെസ്റ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ റിക്വയർമെൻറ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് അവിടെ തന്നെ ടെസ്റ്റ് കേസസ് എഴുതാനുണ്ടാവും, റിക്വയർമെൻറ്റ് അനാലിസിസ് ചെയ്യാനുണ്ടാവും, പിന്നെ അത് പറയുമ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻസ് റേസ് ചെയ്യാനുണ്ടാവും. അങ്ങനത്തെ കുറേ പ്രോസസ്സിലോട്ട് വരും. ഈ നമ്മൾ ടെസ്റ്റ് കേസസ് ചെയ്തതിന് ശേഷം ഇത് അപ്രൂവൽസ് കിട്ടണം. ഇതാണ് നമ്മുടെ ടെസ്റ്റിംഗ് കേസസ് വരുന്നത്. എക്സ്ട്രാസ് എന്തെങ്കിലും ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ. സോ നമ്മളവിടെ അനലിറ്റിക്കൽ തിങ്കിങ്സ് ഒരുപാട് വരും. നെഗറ്റീവ് വരും, പോസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് കേസ് ചെയ്യേണ്ടി വരും. ഇതിന് ശേഷമാണ് നമ്മൾ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നത്. ആ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതിയ ടെസ്റ്റ് കേസസ് ഒക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് ബഗ്ഗൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് കണ്ടു എന്ന് വെച്ചാൽ നമ്മളത് റേസ് ചെയ്യണം. അതായത്
കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഇതാണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് ഇഷ്യൂ റേസ് ചെയ്യണം. ആ ഇഷ്യൂ റേസ് ചെയ്ത് അവർ റിസോൾവ് ചെയ്ത് തരും. ചില ഇഷ്യൂസ് റിജക്റ്റ് ചെയ്യും, ചിലത് ഓക്കെ എന്ന് പറയും. അങ്ങനെ ഇഷ്യൂസ് റേസ് ചെയ്യണം. ഇഷ്യൂസ് റേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എക്സിക്യൂഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് നെക്സ്റ്റ് ഫേസിലോട്ട് പോകും. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് QA ഒന്നുകിൽ UAT പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കുറച്ച് ഫേസസ് ഉണ്ട്. സോ അങ്ങനെ അടുത്ത ഫേസിലോട്ട് പോകുമ്പോൾ അവിടെ ടെസ്റ്റ് ചെയ്യും. അവിടെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ എൻവിറോൺമെൻറ്റിൽ ഇതെന്തെങ്കിലും വർക്ക് ആവുന്നില്ല, ഇതെന്തെങ്കിലും ഇഷ്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതിൽ വർക്കായ കാര്യം അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയ കാര്യം അവിടുത്തെ എൻവിറോൺമെൻറ്റിൽ വർക്കായില്ലെങ്കിൽ അത് തിരിച്ച് നമ്മുടെ QAയിലോട്ടാണ് വരുന്നത്. അതായത് അവർ ടെസ്റ്റേഴ്സിനോട് ചോദിക്കും ഇത് വൈ യു മിസ്ഡ് എന്ന് ചോദിക്കും. അപ്പോൾ അത് അങ്ങനെ വൈ യു മിസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളാണ് അതിൻ്റെ ഉത്തരവാദി. ലൈക്ക് നമ്മൾ വേണം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. സോ നമ്മളത് ചെക്ക് ചെയ്യണം, നമ്മളത് QAയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടോ, എന്തുകൊണ്ട് നമ്മൾ മിസ് ചെയ്ത്, നമ്മളത് അനാലിസിസ് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ അവിടെ പോയാലും ഇത് നമ്മുടെ ഇതിലോട്ടാണ് വരുന്നത്. സോ അതിനുശേഷം എൻഡ് യൂസിലോട്ട് പോകും. സോ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ബിറ്റ്വീൻ നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ കൊടുക്കാനുണ്ടാവും. ടെസ്റ്റ് പ്ലാനിങ് സ്ട്രാറ്റജി ഡോക്യുമെൻറ്റ് കൊടുക്കാനുണ്ടാവും, ടെസ്റ്റ് ക്ലോഷർ ഡോക്യുമെൻറ്റ് കൊടുക്കാനുണ്ടാവും, നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തതിനൊക്കെ എവിഡൻസ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും. സോ ഇത്രയും വർക്ക് ഉണ്ട്. ഓൺലി ബഗ് റേസിങ് മാത്രമല്ല ഒരു ഇത് വരുന്നത്. ഇനി ഇത് അവിടെ പോയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് QA നമ്മൾ എന്തുകൊണ്ട് മിസ് ചെയ്യുന്നുള്ളതിനുള്ളൊരു ഇത് കൊടുക്കണം. ഓക്കെ. ഇപ്പോൾ ചില കേസിൽ നമ്മളൊരു QA റേസ് ചെയ്തു, ഒരു ബഗ് റേസ് ചെയ്തു, പക്ഷേ ചില കേസിൽ റിജക്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? ഡെവലപ്മെൻറ്റ് കേസിലായിട്ട് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് റിജക്റ്റ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറുള്ളത്? ഇപ്പോൾ ഒരു ബഗ് റിജക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ബഗ് റേസ് ചെയ്തു, അത് ഡെവലപ്പ് വന്നിട്ട് നമുക്ക് റിജക്റ്റ് ചെയ്ത് തന്നു. സോ അങ്ങനെ റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബഗ് റേസ് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പറായിട്ടുള്ള വേസിലായിരിക്കും റേസ് ചെയ്യുക. നമ്മുടെ ഇതിൽ വർക്ക് ആവുന്നില്ല വിത്ത് എവിഡൻസ് ഡോക്യുമെൻറ്റോടെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അത് വർക്ക് ആവുന്നുണ്ട്, പക്ഷേ ഡെവ് സൈഡ് വന്നിട്ട് ഇത് നോട്ട് ആൻ ഇഷ്യൂ എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ മെയിൽ കമ്മ്യൂണിക്കേഷനോ ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ മീൻസ് ബഗ് റേസിംഗ് ടൂൾസ് യൂസ് ചെയ്യാറുണ്ടല്ലോ, അതിനിടയിൽ അവർ കമൻസ് ഇടണം. സോ ഇത് ഇഷ്യൂ അല്ല, ഇതിൽ ഇങ്ങനെയാണ് നമ്മുടെ റിക്വയർമെൻറ്റ്, ഇല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് കമൻസ് തന്നിട്ട് അവർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. ബിക്കോസ് ഡെവലപ്പേഴ്സ് റിജക്റ്റ് ചെയ്യുന്ന ഇഷ്യൂസ് നാളെ പ്രൊഡക്ഷനിൽ വന്നിട്ട് അത് അവർ നമ്മുടെ അടുത്ത് ഈ ഇന്നൊരു ഇഷ്യൂ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. സോ വാട്ട് എവർ എന്തൊക്കെ റിജക്ഷൻ ആണെങ്കിലും ക്ലിയർ ആയിട്ട് മെയിൽ കമ്മ്യൂണിക്കേഷനോ ഇല്ലെങ്കിൽ നമ്മുടെ ബഗിൻ്റെ അടിയിൽ അവരുടെ കമൻസോ അങ്ങനെയൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അത് ഇഷ്യൂസ് വരാറില്ല. പിന്നെ അത് ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ പ്രൊഡക്ഷനിൽ പോയി അതേ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ അത് ഫിക്സ് ചെയ്യാന്നുള്ളത്. സോ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. അപ്പോൾ അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലേ? ശരിയാണ്. സോ അങ്ങനെ ചെയ്താൽ മതി, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കിയാൽ മതി. ഓക്കെ. ഇപ്പോൾ ഇതേപോലെ തന്നെ ഒരു ബഗ് അനലൈസ് ചെയ്തു നമ്മൾ. ഓക്കെ, അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടെസ്റ്ററുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ? സോ ഇപ്പോൾ ബഗ് റിജക്ഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ബഗ് റിജക്ഷൻ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഒരു ബഗ് ഇഷ്യൂ വന്നു, ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ബഗ് റേസ് ചെയ്യാൻ പറ്റും. ഒന്ന് വന്നിട്ട് ഞാൻ ഫോർ എക്സാമ്പിൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് ടേബിൾ ഉണ്ടെന്ന് വെച്ചോ, ടേബിൾ ഇപ്പോൾ ഞാനൊരു ടേബിളിൽ നിന്ന് ഇന്നൊരു ടേബിളോട്ട് ഡാറ്റ ലോഡ് ചെയ്യണം. ഇപ്പോൾ ഒരു ജോബ് റൺ ചെയ്ത് ഇതിലോട്ട് ഒരു 100 റെക്കോർഡ്സ് എ എന്ന് പറഞ്ഞ ഒരു ടേബിൾ 100 റെക്കോർഡ്സ് ഉണ്ട്. സോ B എന്ന് പറഞ്ഞ ടേബിളോട്ട് ഞാൻ ലോഡ് ചെയ്യുമ്പോൾ ഒരു 55 റെക്കോർഡ്സ് ലോഡ് ആയിട്ടുള്ളൂ എന്ന് വയ്ക്കുക, ബാക്കി ഒരു 45 റെക്കോർഡ് ലോഡ് ആയിട്ടില്ല. സോ എനിക്ക് വന്നിട്ട് 45 റെക്കോർഡ് ലോഡ് ആയിട്ടില്ല എന്നിട്ട് ബഗ് റേസ് ചെയ്യാം. അങ്ങനെ റേസ് ചെയ്യുമ്പോൾ അവിടെ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒരുപാടുണ്ട്. അതേ സംബന്ധിച്ചുള്ള ഈ 45 റെക്കോർഡ്സ് എന്തുകൊണ്ട് ലോഡ് ആയിട്ടില്ല അത് ഞാൻ തന്നെ സെൽഫ് അനാലൈസ് ചെയ്തിട്ട് മേ ബി അത് ഡ്യൂപ്ലിക്കേഷൻ ആണോ, ജോബിൻ്റെ ഇഷ്യൂ ആണോ, ഇല്ലെങ്കിൽ മേ ബി ജോബ് പാർഷ്യൽ റൺ ആയതാണോ, അങ്ങനെ ബാക്ക് ട്രാക്ക് ആയിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യും. എന്നിട്ട് വേണം നമ്മൾ ബഗ് റേസ് ചെയ്യാൻ. സോ അതാകുമ്പോൾ കുറച്ചും കൂടി ഡെവലപ്പേഴ്സിന് ഈസി ആയിരിക്കും. ഓക്കെ, നമ്മളൊരു ബഗ് ലോഡായിട്ടില്ല എന്നിട്ട് റേസ് ചെയ്യുന്നതും ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ ഇന്ന റീസൺ കാരണം ഇവിടെ ലോഡായിട്ടില്ല എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അത് അവരുടെ ടൈമും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അങ്ങനെയൊക്കെ നമ്മൾ റേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും അത്. ഓക്കെ. ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആക്ച്വലി ഇപ്പോൾ നമ്മുടെ IT എൻവയോൺമെൻറ്റിൽ എല്ലാ ട്രോൾ പേജസിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഡെവ് വേഴ്സസ് QA. ഫുൾ അടിയാണ്. അത് കറക്റ്റ് ആണോ? ഡെവ് വേഴ്സസ് QA അത് വന്നിട്ട് നമ്മുടെ മീംസിലും റീൽസിലൊക്കെ ഭയങ്കരമായിട്ട് കാണാറുണ്ട്. സോ ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആക്ച്വലി എനിക്കിതിനെക്കുറിച്ച് പറയാൻ രണ്ട് അഭിപ്രായമുള്ളത്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഡെവ് തന്നെ എൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നത്. സോ അതായത് സെയിം ഓഫീസാണ്, കൊളീഗ്സ് ആണ്. സോ അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ എന്ന് പറയുമ്പോൾ ഞാനൊരു ബഗ് റേസ് ചെയ്യണം. ബഗ് റേസ് ചെയ്യുമ്പോൾ തന്നെ ബിഫോർ ഞാൻ ജസ്റ്റ് പോയിട്ട് ചോദിക്കും, എടാ ഇതെങ്ങനെയാണ്, ഇങ്ങനെയൊന്നും ഇഷ്യൂ വർക്കാവുന്നില്ല, ഇങ്ങനെയാണ് വരുന്നത് ഇത് എന്ന് പറയും. സോ എനിക്ക് എന്തെങ്കിലും ഡയറക്ഷൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ എന്താണെന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ളൊരു ഈസി വേ അവിടെ ഉണ്ട്. സെയിം ഓഫീസ് ആകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആകുമ്പോൾ ഈസി വേണ്ട. ഇത് ഇഷ്യൂ മോസ്റ്റ്ലി വരാറ് എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഡെവ് ഔട്ട് സൈഡ് ആണ്, ഇപ്പോൾ ഓൺ സൈറ്റ് ആണ്, അല്ലെങ്കിൽ ഔട്ട് സൈഡ് ഇതൊക്കെ ആകുമ്പോൾ ടൈമിംഗ് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഞാൻ മേ ബി ഒരു ഇഷ്യൂ കണ്ടു, ഞാൻ അത് റേസ് ചെയ്ത് ഞാൻ പോയി, എനിക്ക് അപ്ഡേറ്റ് ഇട്ട് നെക്സ്റ്റ് ഡേ ആവും. അപ്പോൾ ഞാൻ റേസ് ചെയ്ത ഇഷ്യൂ ഡെവിന് മനസ്സിലായിട്ടുണ്ടാവില്ല. മേ ബി
ഡോക്യുമെൻറ്റേഷൻ്റെ വാട്ട് എവർ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. സോ അപ്പോൾ അവർ നെക്സ്റ്റ് ഡേ ആയിരിക്കും വന്ന് നോക്കുന്നുണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു ഡെവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ യൂഷ്വലി നമുക്ക് കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ടീംസ് കോളും കാര്യങ്ങളും പിങ്ങും അവരുടെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ നിയർ ബൈ ഉള്ള ഡെവ് ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നില്ല. നമുക്ക് കുറച്ചും കൂടി ഇപ്പോൾ 2 hours എടുത്ത് തീരേണ്ട വർക്ക് വിത്തിൻ 5 to 6 അവൈലബിൾ എന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് അടുത്ത് പോയിട്ടിരുന്നിട്ട് തീർക്കാവുന്നതേ ഉള്ളൂ. സോ അപ്പോൾ അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസിൽ QA വേഴ്സസ് ഡെവ് വാറില്ല. പിന്നെ ഒന്നാമത് ഡെവ് എനിമീസ് തന്നെയാണ്. ബിക്കോസ് അവരുണ്ടാക്കിയ പ്രൊഡക്റ്റ് നമ്മൾ ക്രാക്ക് ചെയ്യുക ചെയ്യുന്നത്. അതായത് അവരുണ്ടാക്കിയ പ്രൊഡക്റ്റ് നമ്മൾ മാക്സിമം നമ്മുടെ ലോജിക്കൽ തിങ്കിങ് വെച്ചിട്ട് ഇത് വർക്ക് ആവുന്നില്ല എന്നിട്ട് അവരും തളർത്താണല്ലോ ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നീ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഞാൻ പറയുന്നത് അത് തെറ്റാണ്, ഇത്രയും ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോ സമ്മതിക്കില്ല. സോ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ജസ്റ്റ് അങ്ങനത്തെ ഒരു ഇതുള്ളൂ, അല്ലാണ്ട് അങ്ങനെ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കസ്റ്റമറിന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. രണ്ടുപേരും എൻഡ് ഓഫ് ദ ഡേ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാം, അതിൽ കോംപ്രമൈസ് ഇല്ല. അതാണല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത്, ബഗ്ഗൊക്കെ റേസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് വരുന്നുണ്ട്. വർക്ക് പ്രഷർ കുറച്ച് കൂടുന്നത്, ഇപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ്റെ ഒക്കെ ടൈം എത്തുന്ന സമയത്തേക്ക് ഒരുപാട് വർക്ക് ലോഡ് വരുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാറുണ്ട്? സോ ഡെഡ് ലൈൻ എൻ്റെ ഒരു സമയത്ത് ഒബിയസ്ലി എല്ലാവരുടെയും കുറച്ച് പ്രഷറായിരിക്കും. സാധാരണ സ്റ്റാർട്ട് ചെയ്യണ പോലെ ആയിരിക്കില്ല നമ്മൾ ഡെഡ് ലൈനിലോട്ട് പോകുമ്പോഴുള്ള വർക്കിംഗ് കൾച്ചർ വരുന്നത്. സോ യൂഷ്വലി അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ഒന്നാമത് നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ് മെയിൻ. അതായത് നമ്മൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത് ഇന്ന ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇന്ന ഡേ ആണ് അതിൻ്റെ എൻഡിങ് എന്നുള്ളത്. പല കാരണങ്ങളും നമുക്ക് മേ ബി ആപ്ലിക്കേഷൻ ഡൗൺ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഡാറ്റ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എൻവിറോൺമെൻറ്റ് വർക്കിംഗ് ആയിരിക്കില്ല, മെയിൻ്റനൻസ് ആയിരിക്കാം, ചിലപ്പോൾ ബഗ് റേസ് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഇന്ന കാരണങ്ങളാൽ നമുക്ക് ഉദ്ദേശിച്ച രീതി അല്ലാണ്ട് ഡെഡ് ലൈനിലോട്ട് പോകും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒബിയസ്ലി ഹരിബറി ആയിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, കുറച്ചും കൂടി എക്സ്ട്രാ എഫർട്ട് ഇട്ട് വേണം നമ്മൾ തീർക്കാൻ. സോ മെയിനായിട്ട് നമുക്ക് എന്തെങ്കിലും ബ്ലോക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഓക്കെ ഇന്ന കാരണങ്ങൾ ഇത് ബ്ലോക്കേജാണ്, ഇത് സ്റ്റോപ്പാണെന്നുള്ള ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഈ ഡെഡ് ലൈൻ്റെ ഇഷ്യൂസ് വരാറില്ല. ഇപ്പോൾ നമ്മുടെ ടെക്നിക്കൽ ലീഡാണെങ്കിലോ ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രം മാസ്റ്റർ ആണെങ്കിലോ നമ്മൾ ആരാണോ ആ പ്രൊജക്റ്റിൻ്റെ ലൈക്ക് റെസ്പെക്റ്റീവ് ഹെഡ്, സോ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആസ് എ ടെസ്റ്റർ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഇത് വർക്ക് ആകുന്നില്ല, എനിക്കിത് വർക്കായി മാത്രം ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇന്ന ബഗ് സോൾവ് ആയാൽ മാത്രമേ എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ പോകത്തുള്ളൂ. അത് ഞാൻ അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ ഡെയിലി കോഴ്സിലൊക്കെ അത് കമ്മ്യൂണിക്കേഷനുള്ള സ്ഥിതിക്ക് അങ്ങനെ ഡെഡ് ലൈനിലോട്ട് വരുന്നില്ല. ഓക്കെ. പിന്നെ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ, ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ? നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ, അതെങ്ങനെയാണ് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി? സോ ഇതിൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കോവിഡൊക്കെ തുടങ്ങിയില്ലേ, സോ കോവിഡ് മുതൽ എല്ലാ കമ്പനീസും വർക്ക് ഫ്രം ഹോമിനോട് പൊരുത്തപ്പെട്ട് പോയി. ബിഫോർ ദാറ്റ് നമ്മളെല്ലാവരും ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു എൻവിറോൺമെൻ്റ് ആയിരുന്നു ഇവിടെ. പക്ഷെ അതിനുശേഷം വർക്ക് ഫ്രം ഹോം കൊടുക്കാത്ത കമ്പനീസ് പോലും ഈ ഒരു ഫ്ലെക്സിബിലിറ്റി കണ്ടിട്ട് അതിലോട്ട് പോയി. ഇപ്പോൾ നമുക്ക് വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഫോർ എൻ്റെ കമ്പനിയിൽ ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് മന്ത്ലി 8 days പോയാൽ മതി ഓഫീസിലോട്ട്, ബാക്കിയുള്ള ദിവസം വർക്ക് ഫ്രം ഹോം ചെയ്യാം. പിന്നെ 8 ദിവസം എനിക്ക് പോകാൻ വയ്യാന്നുണ്ടെങ്കിൽ കൂടി ഞാൻ അവിടെ വാലിഡ് ആയിട്ടുള്ള റീസൺ പറഞ്ഞാൽ വർക്ക് ഫ്രം തരുന്നുണ്ട്. സോ ഒരുപാട് കമ്പനീസ് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഒബ്വിയസ്ലി നമ്മുടെ അവിടുത്തെ വർക്ക് നടന്നു പോകുന്നുണ്ടോ മാത്രം നോക്കിയാൽ മതി. പിന്നെ നമ്മൾ വർക്ക് ഫ്രം ഹോം എടുക്കുമ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ, കോൾസ് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് പേഴ്സണലി ബാധിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്സ് ഉണ്ട്, നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാത്തൊരു സ്ഥലത്താണ്, അതൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. അങ്ങനത്തുള്ള ഇഷ്യൂസ് മാത്രമേ വരുത്താറുള്ളൂ. അല്ലാതെ അതുപോലെ ഒരു കമ്പനിയുടെ എൻവിറോൺമെൻറ്റിൽ പോയിരുന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ്സ് ഉണ്ടല്ലോ അല്ലേ? അത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിലോട്ട് പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി പ്രൊഫഷണലാണ്, കുറച്ചും കൂടി 4 ആൾക്കാർ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ ആ ചുമരും നമ്മുടെ ആ സറൗണ്ടിങ്സിലും മാത്രമായിട്ട് ഒതുങ്ങും. പുറത്തോട്ട് വരുമ്പോഴല്ലേ നമ്മൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പഠിക്കുന്നത്. സോ ഞാൻ പ്രിഫർ ചെയ്യണത് ഞാൻ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അത് ഓരോരുത്തരുടെ കംഫർട്ടും ഇതുപോലെ ഇരിക്കും. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഞാനൊരു ടെസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ എനിക്ക് വിദേശത്തുള്ള ജോലി സാധ്യതകളൊക്കെ എങ്ങനെയാണ്? സോ അബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടെസ്റ്റിംഗ്. സോ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കമ്പനീസ് അബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ആസ് എ ഫ്രഷറിന് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫ്രഷറിന് നേരെ ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റി വളരെ റെയർ ആയിരിക്കും. സോ ഇപ്പോൾ 2 years ആയ ഒരാൾക്ക്, അല്ലെങ്കിൽ 3 years ആയ ഒരാൾക്ക്, 5 years ആയ ഒരാൾക്ക്, അത് ഡിപ്പെൻഡ് ഓൺ ദ റോളിനനുസരിച്ച് നമുക്ക് കമ്പനീസ് ഓഫേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പ്രീവിയസ്ലി വർക്ക് ചെയ്ത കമ്പനി തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ പോയിട്ടുണ്ട്. ഒരു ലൈക്ക് നമ്മുടെ റോളിനനുസരിച്ച് നമുക്ക് അവിടെ പോയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഫ്രഷേഴ്സിന് വന്നിട്ട് ഡയറക്റ്റ് എബ്രോഡിലോട്ട് നമുക്ക് ജോബ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സൈറ്റ്സ് ഒക്കെ ഉണ്ട്. നൗക്കറി തന്നെ, നൗക്കറി ഗൾഫ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അത് കിട്ടാൻ കുറച്ച് ചാൻസസ് കുറവാണ്. ഞാൻ കിട്ടുന്നില്ല, എനിക്ക് ആ മേഖല ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സോ അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. സോ ഇപ്പോൾ എനിക്ക് അറിയുന്ന കാര്യം, ഞാൻ വർക്ക് ചെയ്യുന്ന അടുത്താണെങ്കിലും പ്രീവിയസ്ലി എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിലും നമ്മളവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
നമുക്ക് അവിടെ നിന്ന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് നമ്മളിത് മുൻകൂട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ചോദിച്ചാലേ കിട്ടൂ, അതാണ് അവിടെ മെയിൻ. സോ നമ്മളൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ ആ കമ്പനിയിലോട്ട് കയറുമ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യണം. സോ ഞാനൊരു ആഫ്റ്റർ 2 yearsന് ശേഷം ഞാൻ എബ്രോഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ട്. അത് ക്ലിയർ ആയി പറഞ്ഞിട്ട് നമ്മൾ അവിടെ കയറാം. പിന്നീട് നമുക്ക് ആ 2 years കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും. ഞാൻ ഓൾറെഡി പിന്നെ മാനേജേഴ്സിനോട് നമ്മൾ ഓൾറെഡി പറഞ്ഞു വയ്ക്കാം, ഞാൻ എൻ്റെ പ്രിഫറൻസ് ഇതാണ്, ഞാൻ നോക്കുന്നുണ്ട്. സോ അപ്പോൾ റൈറ്റ് ടൈം വരികയാണെങ്കിൽ അവർ നമ്മളെ ഇൻഫോം ചെയ്യും, നമ്മളവർ ഇത് ചെയ്യും. മെയിനായിട്ട് അവരോട് ചോദിക്കുക. ഓക്കെ. എൻ്റെ വർക്കിംഗ് ടൈംസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നൈറ്റ് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നുണ്ടോ? ഐ മീൻ നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ വരുന്നുണ്ടോ? സോ ഒരു കമ്പനീസിലാകുമ്പോൾ നമുക്ക് ജനറൽ ഷിഫ്റ്റ് ഉണ്ടാവും, പല ഷിഫ്റ്റ് ഉണ്ടാവും. ജനറൽ ഉണ്ടാവും, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. സോ അതൊക്കെ ഡിപ്പെൻഡ് ഓൺ ദ പ്രൊജക്റ്റ് ആൻഡ് കമ്പനീസ് പോലെ ഇരിക്കും. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ജനറൽ ഷിഫ്റ്റാണ്. ഞാൻ നൈറ്റ് ഷിഫ്റ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പൊതുവേ ഉള്ള ധാരണയാണ്, ലൈക്ക് നമ്മളൊരു നേരെ നൈറ്റ് ഷിഫ്റ്റിലോട്ട് വർക്ക് ചെയ്യണം, രാത്രി ഇരിക്കണം, ഇതൊക്കെ. ബട്ട് ആ ഒരു നൈറ്റ് ഷിഫ്റ്റിലോട്ട് ഇടുന്നതിന് മുമ്പ് നമ്മുടെ കൺസേൺ ആദ്യം ചോദിക്കും. ലൈക്ക് ആർ യു വില്ലിംഗ് ടു വർക്ക് ഇൻ നൈറ്റ് ഷിഫ്റ്റ് നമ്മൾ ചോദിക്കും. ഇല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ പറയും ഞങ്ങൾ ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, ഇന്ന ടൈമിംഗ് പറയാം. അല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഈ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളും പറയില്ല. സോ നമുക്കത് നൈറ്റ് ഷിഫ്റ്റിലോട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ കൺസേൺ പറയാം. അതായത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന റീസൺ കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ജനറലാണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ ആണ്. സോ അപ്പോൾ അവർ വേറെ കൊളീഗ്സിനെ നോക്കും, വില്ലിംഗ് ആണോ. അങ്ങനെ കൺസേൺ എടുത്തത് കൊണ്ട് മാത്രമേ അവർ ഷിഫ്റ്റിലോട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഫീൽഡിലേക്ക് വരുന്ന ഫ്രഷേഴ്സിന് വരുന്ന ഡൗട്ട്സുകളും അതുപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോസ് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.